അവസാനം എന്ത് പറഞ്ഞാലും അർജുനൻ കേൾക്കണില്ല. അപ്പോ അർജുനൻ ചോദിച്ച കൃഷ്ണനോട് എന്തിനാണ് യുദ്ധം? അതിനുവേണ്ടി കൃഷ്ണൻ പറഞ്ഞ മറുപടി മാത്രം ഞാനിപ്പോ പറയാം. മഹാഭാരത യുദ്ധം ഇപ്പൊ പറയാൻ നിന്നാൽ ഒരാഴ്ച പറഞ്ഞാലും തീരൂല. എന്തിനാണ് കൃഷ്ണ ഈ യുദ്ധം എന്ന് ചോദിച്ച് പറഞ്ഞ മറുപടി എന്താ പറയുക? പരിത്രാണായ സാധുന, സാധുജനങ്ങളെ അടിമത്വത്തിൽ നിന്ന് മോചിപ്പിക്കണം. അടിമത്വത്തിൽ നിന്ന് അടിമവർഗത്തിനെ മോചിപ്പിക്കണമെങ്കിൽ ഉടമയെ നശിപ്പിക്കണ്ടേ? വിനാശായ ചതുഷ്കൃത, ചതുഷ്കൃതന്മാരെ വിനാശം ചെയ്യണം, നശിപ്പിക്കണം. കൃഷ്ണനാണ് ഈ പറയണേ, ഞാനല്ല. ധർമ്മ സംസ്ഥാപനാർത്ഥായ, നീതിയും നിയമവും ധർമ്മവും ഈ ഭൂമിയിൽ സ്ഥാപിക്കണം. സംഭവാമി യുഗേ യുഗേ, യുഗാന്തരങ്ങളിൽ അവതരിക്കുന്നവരിൽ ഒരാളാണ് ഞാൻ. 1,24,000 പ്രവാചകന്മാർ വന്നിട്ടുണ്ടോ എന്ന് പറഞ്ഞില്ലേ? 1,24,000 പ്രവാചകന്മാർ, അതിൽ ഒരാൾ കൃഷ്ണനാണ്. ആ കുതിരപ്പുറത്ത് കടിഞ്ഞാൻ പിടിച്ച് സഹായിക്കാൻ വന്ന കൃഷ്ണൻ അത് വലിച്ചെറിഞ്ഞ് നിന്നിട്ടാണ് ഈ പ്രസംഗം. ആ പ്രസംഗം മുഴുവനും ക്രോഡീകരിച്ച് പുസ്തകമാക്കിയതാണ് ഹിന്ദുക്കളെ കയ്യിലുള്ള ഖുർആൻ, ഭഗവത്ഗീത. അത് മുഴുവൻ വായിച്ചാൽ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ കിട്ടാൻ. ആരാ വായിക്കണേ? ഭഗവത്ഗീത വായിക്കാത്ത ഹിന്ദുക്കളും ഖുർആൻ പഠിക്കാത്ത മാപ്പിളാരും അല്ലേ നമ്മളെ നാട്ടിലുള്ളത്? ഒരു സത്യമല്ലേ? അത് രണ്ടും പഠിച്ചാൽ ഇതിന്റെ വ്യത്യാസമൊക്കെ നമുക്ക് മനസ്സിലാവും.